നമസ്തേ, ഞാൻ ശ്രീലേഖ. കമ്മ്യൂണിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെ നന്ദിയുണ്ട് കേട്ടോ. ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടു, റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. വളരെ നന്ദി കേട്ടോ. കഴിഞ്ഞ ദിവസം വിന്റർ സീസണിലുള്ള ടിപ്സ് ആണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ഹൈബിസ്കസ് ലീഫ് കിട്ടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതിന് പകരമായിട്ടുള്ള ഏത് ടിപ്സാണ് വേണ്ടതെന്ന് പറഞ്ഞല്ലോ. അതിന് പകരം നമുക്ക് നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. പഴുത്ത പഴം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിൽ ഒരു 5 ml ഒലിവ് ഓയിൽ ഒഴിക്കുക. 5 ml ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് തലോട്ടിലും റൂട്ട് മുതൽ എൻഡ് വരെ മുടിയുടെ തേച്ച് കൊടുക്കാം കേട്ടോ. തേച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഒരു മഠത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ വേറെ ഒരെണ്ണം കൂടി പറഞ്ഞു തരാം. മുട്ടയുണ്ടല്ലോ, മുട്ട, തേൻ, പിന്നെ ഒലിവ് ഓയിൽ. ഇത് നമുക്ക് നല്ല വിന്റർ സീസണിന് ഏറ്റവും പറ്റിയ ടിപ്സാണ് കേട്ടോ. കാണിച്ചു തരാം അത് എന്തൊക്കെയാണെന്ന്. മുട്ട അടിച്ചെടുക്കുക. മുട്ടയുടെ കൂടെ ഒലിവ് ഓയിൽ ഒഴിക്കുക കേട്ടോ. 1 സ്പൂൺ ഒലിവ് ഓയിലും അതേപോലെ 1 സ്പൂൺ തേനും കണ്ടോ. ഇത് മൂന്നും കൂടി അടിച്ച് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തലോട്ടിലും അതുപോലെ ഹെയർ റൂട്ടിലും പിന്നെ എൻഡിലും മുടിയിൽ മുഴുവനും പുരട്ടി താഴെ എൻഡ് വരെ ചെയ്യണം. ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ മുട്ട. അപ്പോൾ ഇതാകുമ്പോൾ മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും, ഡ്രൈനെസ് മാറും, നല്ല ബെസ്റ്റ് റിസൾട്ടും കിട്ടും കേട്ടോ. നമുക്ക് ഈ ചെമ്പരത്തിയുടെ ലീഫ് കിട്ടാത്തവർക്ക് അത് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ബനാന, ഞാൻ പറഞ്ഞ പോലെ പഴം അടിച്ചിട്ട് അത് ചെയ്യാം. ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പപ്പായ എങ്ങനെ നമുക്ക് ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ അടിച്ചിട്ട്, പപ്പായ കിട്ടുമെങ്കിൽ പപ്പായ അടിച്ചിട്ട് ഒലിവ് ഓയിൽ ചേർത്ത് ഇതുപോലെ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞാൻ പറയുന്നത് ടിപ്സ് എന്ന് പറയുന്നത് കോഴിമുട്ട, തേൻ, ഹണി കേട്ടോ. തേൻ പിന്നെ ഒലിവ് ഓയിൽ, ഇത് മൂന്നും കൂടി നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ. നമുക്ക് തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമ്മൾ വിന്റർ സീസണിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുടി കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിച്ച് കഴുകരുത് കേട്ടോ. പിന്നെ കൂടാതെ ഹീറ്റിംഗ് സ്വഭാവം വേണ്ട. നമ്മൾ ചൂടാക്കുക അത് പാടില്ല. പിന്നെ ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. മുടി വളരെ കെയർ ചെയ്തിട്ട് വേണം നോക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാം കേട്ടോ. കറ്റാർവാഴ നല്ലതാണ് കേട്ടോ. കറ്റാർവാഴ നല്ലതാണ്, അതും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പക്ഷേ വിന്റർ സീസണിൽ ഈ ഇതുപോലെയുള്ള ടിപ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ മുടി ഒരിക്കലും വരണ്ടതായിട്ട് ഇരിക്കാൻ പാടില്ല ആ സമയങ്ങളിൽ. പ്രത്യേകിച്ചും മുടി പൊട്ടലുണ്ടാവും, ഊരിപ്പോവുണ്ടാവും, റൂട്ടോട് കൂടി ഊരിപ്പോകും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ രക്ഷിക്കണം മുടിയെ. മുടി വളരെയധികം ഇതുപോലെ വിടുത്തി ശ്രദ്ധിക്കുക. വേണ്ട ജെല്ലുകൾ തേക്കുക, ടിപ്സുകൾ വേണ്ട വണ്ണം തേക്കാം. മുടി എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. ജടയൊന്നും വരാതെ എന്നും വിടുത്തി രാത്രി പിന്നിട്ട് കിടക്കാം. അപ്പം ഇതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ മാറ്റം ഉണ്ടാവും, പ്രത്യേകിച്ചും ഈ മഞ്ഞുകാലങ്ങളിലും അതൊക്കെ കേട്ടോ. ആ സമയത്താണെങ്കിലും മുടി ദിവസവും നനയ്ക്കാം കേട്ടോ. നനയ്ക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നും നമുക്ക് മുടി നനച്ച് കുളിക്കാം. ചിലവർക്ക് ഡൗട്ട് ഉണ്ട്, ദിവസേന മുടി നനയ്ക്കാമോ എന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് മുടി എപ്പോൾ വേണമെങ്കിലും എന്നും നമുക്ക് നനയ്ക്കാം. ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് വീഡിയോയിൽ, ഞാൻ ചിലപ്പോൾ 2-3 പ്രാവശ്യം ഒരു ദിവസം തന്നെ കഴുകേണ്ടി വരുന്ന അവസ്ഥകളുണ്ട് കേട്ടോ. നമ്മൾ എത്ര പ്രാവശ്യം കഴുകിയാലും നമ്മളത് മുടി ഉണങ്ങിയിട്ട് വേണം കേട്ടോ കെട്ടി വയ്ക്കാനൊക്കെ ആയിട്ട്. ഈറനായിട്ട് ഇരിക്കരുത്, ഈറൻ മുടിയിലെ എണ്ണകൾ ഒരുപാട് പരത്ത്, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് വേണ്ടവണ്ണം നോക്കാം കേട്ടോ. അപ്പോൾ മുടി കെട്ടി ആദ്യം തോർത്ത് ടവലൊക്കെ വെച്ച് കെട്ടി വയ്ക്കാം. മുടിയെല്ലാം വലിഞ്ഞു കഴിയുമ്പോൾ ആ മുടിയുടെ വെള്ളം എല്ലാം വലിഞ്ഞ് തോർത്തിൽ പിടിച്ച് കഴിയുമ്പോൾ ഒന്ന് അഴിച്ചിട്ടിട്ട് നമ്മൾ വിരൽ കൊണ്ട് ഉണങ്ങിയതിന് ശേഷം വിരൽ കൊണ്ട് പിടുത്താം. അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കണം കേട്ടോ. മുടി എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നുണ്ട് അതിനകത്ത് കേട്ടോ.
പിന്നെ മുടി കട്ട് ചെയ്യേണ്ടതും പറഞ്ഞു പൗർണമി ദിവസമാണെന്ന്. ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൗർണമി ദിവസം മുടി കട്ട് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് നല്ല മാറ്റം ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ നമ്മൾ മുടി അടിച്ചു വാരി കഴിഞ്ഞ് ചൂല് മാറ്റി വെച്ചിട്ട് കൈ നനച്ചിട്ട് വേണം കേട്ടോ മുടി തൊടാനൊക്കെ ആയിട്ട്. മുടി വെടുത്താനും വളരെ സത്യസന്ധതയോടുകൂടി വേണം പോകാനൊക്കെ ആയിട്ട് കേട്ടോ. ചൂലെടുത്ത കൈ കൊണ്ട് കർമ്മമാര് പറയണ കേട്ടിട്ടുണ്ട്. ചൂടെടുത്ത ചൂലെടുത്ത കൈ കൊണ്ട് നമ്മൾ മുടി തൊടാൻ പാടില്ല കേട്ടോ. കൈ നനച്ചതിന് ശേഷം മുടി തൊടാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാം. അതുപോലെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ മുടി അയച്ചിടാൻ പാടില്ല. എന്തെങ്കിലും ക്ലിപ്പ് ഇട്ട് വേണം, അല്ലെങ്കിൽ മുടി പിന്നിട്ട് വേണം കേട്ടോ പോവാൻ. മുടിക്ക് ജീവനുണ്ട്. പിന്നെ അതുപോലെ നമ്മള് മുടി കട്ട് ചെയ്തൊക്കെ കളഞ്ഞാല് തലമുടി വെട്ടില്ലോ ആൺകുട്ടികൾക്കാണെങ്കിലൊക്കെ പോയി മുടി വെട്ടി കഴിയുമ്പോൾ നമ്മൾ കുളിക്കാൻ കാരണമാണ് കേട്ടോ. ഇതുപോലെ ഞാൻ എന്നും എന്തെങ്കിലുമൊക്കെ ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. മുടി അതുകൊണ്ട് ഒരിക്കലും ഡ്രൈ ആയിട്ടിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എണ്ണയായിട്ടോ അല്ലെങ്കിൽ ജെല്ലായിട്ടോ അല്ലെങ്കിൽ ആയുർവേദ പൊടികളായിട്ടോ ഇങ്ങനെ പല പല താളികളായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് മുടി എപ്പോഴും കണ്ടോ എപ്പോഴും നല്ല ഓയിലി ആയിട്ടിരിക്കും. ഡ്രൈനെസ് ഒക്കെ മാറും കേട്ടോ. എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വേണം മുടി ഓരോന്ന് കെയർ ചെയ്യാൻ കേട്ടോ. നമ്മൾ ഈ സമയത്ത് പ്രത്യേകിച്ച് ഷാമ്പു ഞാൻ പറഞ്ഞല്ലോ, ഷാമ്പു സോപ്പ് ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട. പകരം നെല്ലിക്കപ്പൊടി പേസ്റ്റ് ആക്കിയിട്ട് തലയോട്ടിലും എല്ലാം തലമുടിയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മുടി വൃത്തിയായിട്ട് സൂക്ഷിക്കാം. അഴുക്കൊക്കെ മാറും കേട്ടോ. പിന്നെ അതുപോലെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കേണ്ട മൈലാഞ്ചി, നെല്ലിക്കപ്പൊടി, അതുപോലെ എള്ള്, പിന്നെ ഇരട്ടി മധുരം, പിന്നെ താമരയുടെ ഉള്ളിലുള്ള അല്ലി, ഇതിനൊക്കെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ 5 കൂട്ടങ്ങൾ കൂട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് തേച്ചാൽ മുടി ദിവസേന വളരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും കേട്ടോ. അപ്പം ഇതുപോലെ ഇപ്പൊ പൊടികളൊക്കെ കിട്ടും. പണ്ട് പൊടികളൊന്നും കിട്ടില്ലായിരുന്നു. എല്ലാത്തിനും വേരും പിന്നെ നെല്ലിക്കയാണെങ്കിൽ ഉണങ്ങിയത് അതൊക്കെ ആയിരിക്കും ഇടിച്ച് പൊടിച്ച് നമ്മൾ അരച്ച് പേസ്റ്റാക്കി തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ല ഇതാണ്. എല്ലാ സീസണും പറ്റിയ പാക്കാണ് കേട്ടോ ഇത്. ഇതുപോലെ നെല്ലിക്കപ്പൊടി, മൈലാഞ്ചി, ഇരട്ടി മധുരം, എള്ള്, താമരയുടെ ഉള്ളിലുള്ള സംഭവമാണ് കേട്ടോ. താമരയുടെ ഇതിളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ മഞ്ഞ കേസരി പോലെ കിട്ടുമല്ലോ അത്. അപ്പൊ അത് കിട്ടുവാണെങ്കിൽ 2 3 ഇടാം. അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ മാല കിട്ടുന്നവരോട് ചോദിച്ചാൽ കിട്ടും. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണും കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പൊ അതും നമ്മൾ ഇതുപോലെ അരയ്ക്കാം. എല്ലാം കൂടി അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാം, മുടിയിലും തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതുപോലെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, കൂടുതൽ നേരം നിൽക്കാൻ പറ്റുന്നവർക്ക് 1 മണിക്കൂർ തേച്ച് പിടിപ്പിച്ചോളൂ. എന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. പുതിയ മുടികൾ വളരും. മുടി ഊരിപ്പോക്കില്ലാണ്ടാവും, പൊട്ടലുണ്ടാവില്ല, സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവില്ല, കായ ഉണ്ടാവില്ല. അങ്ങനെ എല്ലാത്തിനും കൂടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. മാത്സ് ടീച്ചറാണോ എന്ന് ചോദിച്ചു. മാത്സ് പഠിപ്പിക്കാറുണ്ട് കേട്ടോ. ഇന്നലെ പറഞ്ഞ പോലെ നമ്മളുടെ എല്ലാ പ്രവൃത്തിയിലും നമ്മളുടെ ഡെഡിക്കേഷൻ ഉണ്ടാവണമെന്ന് മാത്രം കേട്ടോ. മുടിയുടെ കാര്യത്തിലാണെങ്കിലും ജോലി കാര്യത്തിലാണെങ്കിലും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും എപ്പോഴും നമുക്ക് അതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ഈശ്വര വിശ്വാസം ഉണ്ടാവണം. എല്ലാം ഈശ്വരൻ അർപ്പിക്കുക. നമുക്ക് ഈശ്വര വിശ്വാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോവുക. എല്ലാ കാര്യം തടസ്സമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാം. ഈശ്വരൻ വഴി അതിൻ്റെ അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ എപ്പോഴും ഈ പ്രാർത്ഥന ഉണ്ടാവാം. നമ്മൾ എപ്പോഴും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും സത്യസന്ധതയോടുകൂടി ചെയ്യാം കേട്ടോ. ഇതുപോലെ ഈശ്വരൻ അർപ്പിക്കുക. ഈശ്വര വിശ്വാസമുള്ളവർക്ക് ഒരിക്കലും നമുക്കൊരു തട്ടിപ്പോ വഞ്ചനയ്ക്കോ ഇട ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാം കേട്ടോ. ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം.
മുടിയെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നോക്കാം.